നോർമലായിട്ട് കാണുന്നതാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ആൾക്കാർ വെളിച്ചെണ്ണ തലയിൽ തേക്കാറുണ്ട്. നല്ലതാണ്, ഞാനും കൊച്ചിൽ യൂസ് ചെയ്തതാണ്, ഒരു കുഴപ്പമില്ല, ഇറ്റ് ഇസ് വെരി ഗുഡ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ചില എണ്ണകൾ താരൻ, എല്ലാവർക്കും അല്ല, ചിലർക്ക് അത് താരൻ ഉണ്ടാക്കുന്നുണ്ട്. ഡോക്ടർ അന്നു ജയൻ ഡെർമറ്റോളജിസ്റ്റ് ആണ്. എറണാകുളത്ത് സ്കിൻ എസൻസ് എന്ന പേരിൽ ഒരു സ്കിൻ ക്ലിനിക് നടത്തുന്നുണ്ട്. താരൻ നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ മുടിയിൽ നമുക്ക് വെള്ള പൊടിപൊടിയായിട്ട് വരുന്നതാണ് താരൻ. അപ്പൊ അതിന് ചിലപ്പോൾ ഒരു ഫംഗൽ എലിമെന്റ് അതിന്റെ കോസ് ആയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ വെറുതെ ഒരു ഡ്രൈ സ്കാൽപ്പ് കാരണം വരുന്നതായിരിക്കാം. മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആണോ എന്ന് അറിയാൻ തന്നെ നമുക്ക് മിനിമം ഒരു മാസം എടുക്കും. അപ്പൊ നമ്മൾ ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് മെഡിക്കേറ്റഡ് ഓഫ് കോഴ്സ് കൊടുക്കുകയാണെങ്കിൽ തന്നെ മിക്കവാറും നമ്മൾ ആഴ്ചയിലോ 2 ദിവസം ഉപയോഗിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മളൊരു മിനിമം ഒരു 6 to 8 വാഷസ് കഴിഞ്ഞാലേ നമ്മുടെ ആ ഒരു മെഡിസിന്റെ എഫക്ട്. അപ്പൊ നമ്മൾ ധൃതി പിടിക്കരുത്, കുറച്ച് ടൈം കൊടുക്കേണ്ടി വരും നമ്മൾ ഡോക്ടർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പം അത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു റിസൾട്ട് കാണാൻ പറ്റും. അപ്പൊ ഞാൻ വളരെ നോർമലായിട്ട് കാണുന്നതാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ആൾക്കാർ വെളിച്ചെണ്ണ തലയിൽ തേക്കാറുണ്ട്. നല്ലതാണ്, ഞാനും കൊച്ചിൽ യൂസ് ചെയ്തതാണ്, ഒരു കുഴപ്പമില്ല, ഇറ്റ് ഇസ് വെരി ഗുഡ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ചില എണ്ണകൾ താരൻ, എല്ലാവർക്കും അല്ല, ചിലർക്ക് അത് താരൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ ട്രീറ്റ്മെന്റിലായിരിക്കും ഞങ്ങൾ പറയും ഈ 1, 2, 3 പ്രൊഡക്റ്റ് അല്ലാതെ വേറൊന്നും തലയിൽ പരട്ടണ്ടാട്ടോ. എന്നിട്ട് ഞാൻ പറയും ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് വെളിച്ചെണ്ണ റീസ്റ്റാർട്ട് ചെയ്യൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എണ്ണ നല്ലെണ്ണ അത് റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. എല്ലാവർക്കും അല്ല, ചിലർക്ക് അങ്ങനെ ഡെഫിനറ്റ്ലി കാണാറുണ്ട്. അടുത്ത ചോദ്യം ഡോക്ടർ നേരത്തെ കൂട്ടി ഉത്തരം പറഞ്ഞു. എന്റെ ചോദ്യം എന്തായിരുന്നു, കാരണം പണ്ട് മുതൽ തന്നെ നമ്മുടെ ശീലങ്ങളുടെ ഭാഗമായിരുന്നു ഈ എണ്ണ. കുളിക്കുമ്പോൾ നിർബന്ധമായിട്ടും തലയിൽ എണ്ണ വെക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ആ ഹെയർ കെയറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അത്. അതിന്റെ ഐ തിങ്ക് യു ഹാവ് ആൻസേർഡ് ദ ക്വസ്റ്റ്യൻ. പക്ഷെ ഇത് എണ്ണ ഇല്ലാതെ കുറെ കാലത്തേക്ക് ഇരുന്നാൽ അപകടമില്ല അല്ലേ? ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്യാം. അതായത് വെളിച്ചെണ്ണ ഇസ് ആൻ എക്സലന്റ് പ്രൊഡക്റ്റ്. വെളിച്ചെണ്ണ നമ്മുടെ മുടിയിൽ പുരട്ടുമ്പോൾ അത് നമ്മുടെ മുടീനെ നല്ലോണം കണ്ടീഷൻ ചെയ്യുന്നു. നമ്മൾ മുടി കഴുകുമ്പോൾ നമ്മൾ ഷാമ്പു ഉപയോഗിച്ചാണ് കഴുകുന്നത്. അപ്പോൾ ഇച്ചിരി ഷാമ്പുവും വെള്ളം കൂടെ മിക്സ് ചെയ്ത് തലയോട്ടിയിലും തലമുടിയിലും 2 മിനിറ്റ് വെച്ചാൽ മാത്രമേ അഴുക്ക് പോവുള്ളൂ. ഷാമ്പുവിന്റെ പർപ്പസ് അതാണ്, അഴുക്ക് പോകണം. അപ്പൊ ഇങ്ങനെ അഴുക്ക് പോകുമ്പോൾ നമ്മുടെ ഹെയർ ഷാഫ്റ്റ്, അതായത് മുടി, കുറച്ച് ഡാമേജ് വരും. അപ്പൊ ആ ഡാമേജിന് റിപ്പയർ ചെയ്യാൻ നമുക്ക് നല്ലൊരു കണ്ടീഷണർ വേണം. ഏറ്റവും നല്ല കണ്ടീഷണറാണ് വെളിച്ചെണ്ണ. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ എന്നും നല്ലത് തന്നെയാണ്. പക്ഷെ ഓൾറെഡി എണ്ണമയമുള്ള ഒരു സ്കാൽപ്പിലേക്ക്, തലയോട്ടിയിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ പുരട്ടുമ്പോൾ ചിലർക്ക് മുഖക്കുരു വരും, ചിലർക്ക് ഡാൻഡ്രഫ് വരും, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ചിലർക്ക് വരാറുണ്ട്. വെളിച്ചെണ്ണയുടെ കണ്ടീഷനിങ് പ്രോപ്പർട്ടീസ് പാർ എക്സലൻസ്. ഇതേ പ്രോപ്പർട്ടി വെളിച്ചെണ്ണയ്ക്ക് ആസ് എ മോയ്സ്ചറൈസർ സ്കിന്നിന്. ഞാൻ പറയണം, നമ്മൾ കൂടുതലും വെളിച്ചെണ്ണ പരട്ടേണ്ടത് നമ്മുടെ സ്കിന്നിലാണ്. കാരണം ഏറ്റവും നല്ല ഇമോളിയന്റ് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ പരട്ടി നമ്മൾ പണ്ട് കുളിച്ചിരുന്നത് ഇസ് എ വെരി ഗുഡ് ഹാബിറ്റ്. കാരണം വെളിച്ചെണ്ണ നല്ലോണം സ്കിന്ന് അബ്സോർബ് ചെയ്യും. അപ്പൊ അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഡ്രൈ സ്കിന്നിന് കണ്ടീഷൻ ആവും. ചില ഒരു അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന രസമുണ്ട്, കുഞ്ഞു കുട്ടികൾക്ക് കാണുന്നതാണ്. അവർക്ക് ആ ഒരു ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതാണ്. അവരുടെ മിക്കവാറും ചിലപ്പം കവിളിലായിരിക്കും ഒരു 3, 4, 5, 6 മാസം ഉള്ളപ്പോൾ അവർക്ക് കവിളിൽ ചുവന്ന പടം വരും. കുറച്ചും കൂടെ മുതിർന്നു കഴിഞ്ഞാൽ നമ്മുടെ എൽബോസിന്റെ എവിടെ, കൈമുട്ടിന്റെ എവിടെയും കാൽമുട്ടിന്റെ പുറകിലുമായിട്ട് ചുവന്ന് ഇങ്ങനെ പാടുവരും. അതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കറുക്കും, നല്ല ചൊറിച്ചിലുണ്ടാവും. അങ്ങനെയോട് ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് വെളിച്ചെണ്ണ തേച്ച് കുളിക്കുക എല്ലാ ദിവസവും. ലൈഫ് ലോങ് യു മസ്റ്റ് യൂസ് കോക്കനട്ട് ഓയിൽ എന്നാണ് ഞാൻ പറയാറ്.